കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തനിക്ക് നേരത്തെ തന്നെ രാജീവിനെ സംശയമുണ്ടായിരുന്ന കാര്യം അച്ഛൻ സുഭാഷിനോടും കൂട്ടരോടും പറയുന്നതും അവർ തക്കലയിലേക്ക് സുധീഷിനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുക. അവിടെ രാജീവും നിധിയുടെ മുന്നിൽ തകർത്തഭിനയിച്ച് സുധീഷ് ഒരു കള്ളനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലുമാ. അച്ഛനെ എതിർക്കുന്ന നിധിയോടായി രാജീവ് പറയുന്നുണ്ട്, നീ അവനെ ഇങ്ങനെ വിശ്വസിക്കുന്നത് കണ്ടപ്പോ ഒരു വേള ഞാനായിരിക്കുമോ അവനെ തെറ്റിദ്ധരിച്ചതെന്ന് കരുതി. ഒരു 10% അവൻ അത് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റി ഞാൻ മനസ്സിൽ കണ്ടു. ആ വിശ്വാസം തെറ്റാണെന്ന് അവൻ തെളിയിച്ചു. നന്നായി സംസാരിച്ച് അഭിനയിച്ച് ഞങ്ങളോട് അവൻ ഈ ചതി ചെയ്യുമെങ്കിൽ നിന്നോട് അവൻ എന്തൊക്കെ ചതി ചെയ്യും? വേണ്ട മോളെ, അവൻ ഇനി നിന്റെ ജീവിതത്തിൽ വേണ്ട. അവൻ പണം കൊണ്ടുപോയതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അവൻ നാളെ നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യും മോളെ. അവന്റെ കൂടെയുള്ള ജീവിതം നീ മറന്നേക്ക്. ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഇവിടെ ഇരുന്ന് നീ എന്ത് വേണമെങ്കിലും ചെയ്യേ. ജോലിക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. പക്ഷെ എന്തു ചെയ്താലും അത് ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് നീ തന്നെ ഇല്ലാതാവും. അത് വേണ്ട എന്ന് സങ്കടം അഭിനയിച്ച് പറഞ്ഞുകൊണ്ട് രാജീവ് അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. അരുണും അവളുടെ അടുത്തേക്ക് വന്ന്, നിധി, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ നീ ഒരു ജീവിതം തിരഞ്ഞെടുത്തു. അത് കാരണം ഇപ്പോ എന്തൊക്കെയാ സംഭവിച്ചെന്ന് കണ്ടില്ലേ. ഇനിയെങ്കിലും നീ അതൊന്ന് തിരുത്താൻ നോക്ക് എന്ന് പറഞ്ഞ് അവനും ഞൊണ്ടിക്കൊണ്ട് നടന്നു നീങ്ങുകയാ. ഹേമയും സങ്കടത്തോടെ അവളോടായി, മോളെ, ഇത്രയും പേരും പറഞ്ഞിട്ടും എന്താ മോളെ നിനക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് അവളെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാ ഹേമയും. അപ്പോഴേക്കും സുഭാഷും കൂട്ടരും തക്കലയിലെത്തിയിരുന്നു. അവരൊരു ജംഗ്ഷനിൽ വണ്ടി നിർത്തുമ്പോഴേക്കും, ഏട്ടാ, ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ പോയാൽ ഇനി ഏട്ടത്തിയുടെ വീടാകുമെന്ന് നികേഷ് പറയുന്നുണ്ട്. അതെ, നമുക്ക് ആദ്യം അങ്ങോട്ട് പോയി ചോദിച്ചാലോ എന്ന് ഹരീഷ് ചോദിക്കേ. ഏട്ടാ, അവിടെ പോയി ചോദിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ സുധീഷ് പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പഴി ചാരിക്കൊണ്ടിരിക്കുക അവര്. ഇപ്പോ നമ്മൾ അങ്ങോട്ട് പോയാലും നമ്മളെ അവർ ചീത്ത വിളിക്കുകയേ ഉള്ളൂ. എടാ, ഇവിടം വരെ വന്നിട്ട് നമ്മൾ സുധീഷിനെ അന്വേഷിക്കാതെ അവിടെ പോയി ചോദിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയേ. ആ മനുഷ്യനെ ചേട്ടാ എല്ലാത്തിനും കാരണം. അവള് തന്നെയാ സുധീഷ് ഏട്ടനെ എവിടെയോ ഒളിപ്പിച്ചിരിക്കുന്നത്. പിടിച്ച് 4 എണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ സത്യം മണിമണിയായി പുറത്തു വരും എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ. തെളിവില്ലാതെ നമ്മൾ എന്താരോപിച്ചിട്ടും ഒരു കാര്യവുമില്ല ഹരീഷ് എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. അടുത്തതായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തിയെ വിളിച്ചു ചോദിച്ചാലോ? അത് പിന്നെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് പറ. ഏട്ടത്തിയോട് ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ സുധീഷ് ഏട്ടൻ രാവിലെ എങ്ങോട്ടാ പോയതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ വഴിക്ക് നമ്മൾക്കൊന്നുകൂടി നോക്കുകയും ചെയ്യാലോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും അത് ശരിയായെന്ന് ഹരീഷും പറയുന്നുണ്ട്. പെട്ടെന്ന് ഹരീഷിന്റെ മൊബൈൽ റിങ് ചെയ്യേ. എടാ, ആരെന്ന് നോക്കിയേ, ചിലപ്പോ നിധി ആയിരിക്കുമെന്ന് സുഭാഷും പരിഭ്രമത്തോടെ പറയേ. ഹരീഷ് തന്റെ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട്, അല്ല, ഇത് ഏട്ടത്തിയല്ല, വേറാളാ. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഹരീഷ് അവരുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കുക. അവനും നീതുവിന്റെ ആ കോൾ അറ്റൻഡ് ചെയ്ത്, എടി, എന്താ നിനക്ക് വേണ്ടേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കേ. എന്താ വേണ്ടെന്ന് നിനക്കറിയില്ലേ? സംസാരിക്കാൻ വേണ്ടിയല്ലേ ഫോൺ ചെയ്യുന്നേ? ഫോൺ എടുത്ത് എന്താ വേണ്ടെന്ന് ദേഷ്യപ്പെടാൻ സമയമുണ്ടല്ലോ, അപ്പൊ സംസാരിക്കാൻ സമയമില്ലേ എന്നവളും ദേഷ്യത്തോടെ ചോദിക്കേ. എടി, വെളുപ്പിന് 2 മണിയായി, നിനക്ക് ഉറക്കൊന്നും ഇല്ലേ എന്ന് ഹരീഷും ചോദിക്കുക. ഫോൺ എടുക്കുമ്പോഴൊക്കെ എന്നെ ചീത്ത വിളിച്ചാ ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും എന്നവൾ ചോദിക്കേ. എടി, നിനക്ക് എന്നെ എത്ര നാളായിട്ട് അറിയാം? എടി, ദിവസവും നിന്നോട് സംസാരിച്ചിട്ടാണോ ഞാൻ കിടക്കാൻ പോണേ? അല്ലല്ലോ എന്ന് ഹരീഷും ഒച്ചയെടുക്കുകയാ. എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വിളിക്കുന്നതല്ലേ എന്ന് നീതു ചോദിക്കേ. ഞാൻ രാവിലെ വിളിക്കാന്ന് പറഞ്ഞതല്ലേ, മനുഷ്യൻ ഇവിടെ 100 കൂട്ടം ടെൻഷനില്ല. അതിന്റെ ഇടയിൽ അവളുടെ ഒരു കോള് അടങ്ങാനായിട്ട് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. സംസാരിക്കാൻ തുടങ്ങി ഒരാഴ്ച പോലും ആയിട്ടില്ല, അതിനുള്ളിൽ നിനക്കെന്നെ ബോറടിച്ചു അല്ലേ എന്നവൾ ചോദിക്കേ. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മനുഷ്യനയുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്ന് ഹരീഷും. അത്രയ്ക്ക് ടെൻഷൻ എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ എന്നവൾ വീണ്ടും ചോദിക്കേ. അത് നിന്നോട് പറയാനുള്ളതല്ല, ഫോൺ വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കടി എന്ന് ഹരീഷും. ഇപ്പൊ നീ ഫോൺ കട്ട് ചെയ്താൽ ഞാൻ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും എന്നവൾ പറയുന്നത് കേൾക്കെ ഹരീഷും ദേഷ്യം സഹിക്കാനാവാതെ നിൽക്കുമ്പോഴേക്കും അത് കാണുന്ന സുഭാഷ് ഏട്ടനും, എടാ ഹരീഷേ, എന്താ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ നീതുവിനോടായി, എന്താ വേണ്ടത് നിനക്ക്? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ എന്നവൻ ചോദിക്കേ. അത് ശരി, നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് നിനക്ക് ടോർച്ചറായി തോന്നുകയാണല്ലേ? ഇന്നാളൊരു ദിവസം രാത്രി നീ 3 മണി വരെ എന്നോട് സംസാരിച്ചു. ഉറക്കം വരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇനിയും കുറച്ചു നേരം കൂടി സംസാരിക്കണമെന്ന് നീയല്ലേ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞോ? നിനക്ക് വേണ്ടി 4:30 മണി വരെ ഫോൺ എടുത്ത് സംസാരിച്ചില്ലേ? നീ മാത്രം എന്താ എന്നോട് ഇങ്ങനെ എന്നവൾ വീണ്ടും ചോദിക്കേ. നിനക്ക് മാത്രം പറഞ്ഞ മനസ്സിലാവില്ലേ? ടെൻഷനിലാണെന്ന് പറഞ്ഞാലും പിന്നെ എന്തിനാ ഇങ്ങനെ പൈ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. നീതുവും, എനിക്കറിയാം നീ നുണ പറയാ. നീ വീട്ടിലല്ല, പുറത്ത് ആരുടെയോ കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നെപ്പറ്റി വിചാരിച്ചതുപോലെ ഒന്നുമല്ല നീ. പറഞ്ഞോ, ആരുടെ കൂടെയാ നീ? ആരുടെ കൂടെയാ? പറയടാ, ആരുടെ കൂടെയാന്ന് പറ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ ദേഷ്യം സഹിക്കാനാവാതെ ഹരീഷും ആ മൊബൈൽ നിലത്തേക്ക് എറിയുകയാ. കാണെ സുഭാഷും നികേഷും അവന്റെ അടുത്തേക്ക് ഓടി ചെന്ന്, എടാ ഹരീഷേ, എന്തടാ, എന്ത് പറ്റിയെന്ന് സുഭാഷേട്ട ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിലത്തേക്ക് എറിഞ്ഞ ആ മൊബൈൽ എടുത്തുകൊണ്ട്, ഇതിന്റെ പണി കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. എടാ, ആരായിരുന്നു ഫോണിലെന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അതൊരു കസ്റ്റമറാ, ചില സമയം ഇങ്ങനെ പിടിച്ച് ടോർച്ചർ ചെയ്യും എന്നവൻ പറയേ.
എടാ അതിനിങ്ങനെ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കണമായിരുന്നോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അല്ല അത് പോട്ടെ, നമുക്ക് പോവാം വായെന്ന് ഹരീഷ് വിളിക്കുക. നീ ആദ്യം നിന്റെ ഈ ദേഷ്യം ഒന്ന് അടക്കെന്ന് സുഭാഷ് ഏട്ടനും. ഇത് നീ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ എന്ന് നികേഷ് മൊബൈൽ നീട്ടി പറയേ. ഹരീഷ് അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് തന്റെ പാന്റിന്റെ പോക്കറ്റിലേക്ക് ഇടുക. എടാ നീ ഓക്കെ അല്ലേന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഓക്കെയാണ് വായെന്ന് വിളിച്ച് ഹരീഷ് തന്റെ വണ്ടിയിലേക്ക് കയറാനായി തുടങ്ങുമ്പോഴേക്കും സുഭാഷും നികേഷിനെ വിളിച്ചോണ്ട് പോവുകയാ. അവിടെ കെട്ടിയിട്ട നിലയിൽ തളർന്നിരിക്കുകയാണ് സുധീഷും. കുറച്ച് വെള്ളം തടാ, തല്ലിനോ കുറവില്ല, കുറച്ച് വെള്ളമെങ്കിലും തടാ. എടാ എന്റെ തൊണ്ട പൊട്ടണോന്ന്, ഇച്ചിരി വെള്ളം തടാ എന്നവൻ വിളിച്ചു പറയുന്നത് കേൾക്കേ. അവിടെ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രാജീവിന്റെ ആൾക്കാരും എന്തെങ്കിലും ആട്ടെ കുറച്ച് വെള്ളം കൊടുക്ക എന്നവരുടെ ലീഡർ പറയുമ്പോഴേക്കും ഒരുത്തൻ സുധീഷിനെ ബോട്ടിലെ വെള്ളം വായിലൊഴിച്ചു കൊടുക്കുക. വെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും എനിക്ക് വിശക്കുന്നു സുധീഷ് പറയുന്നുണ്ട്. എന്താ വേണ്ടേ, വല്ലതും കൊടുക്കണോ എന്നവൻ ലീഡറോടായി വിളിച്ചു ചോദിക്കുമ്പോഴേക്കും നീയും അടി കുറെ കൊള്ളാനുള്ളതല്ലേ, വല്ലതും വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവരുടെ ലീഡറും പറയുക. എന്നാ നമുക്ക് കഴിക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് അവരെണീറ്റ് പോകുമ്പോഴേക്കും സുധീഷിന് വെള്ളം കൊടുത്തവനും നടന്നു നീങ്ങുന്നതിനിടയിലാണ് അവന്റെ മൊബൈൽ താഴേക്ക് വീഴുന്നത്. അവർ പോയി കഴിയുമ്പോഴേക്കും ആ മൊബൈൽ കണ്ട സുധീഷും അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് കുറച്ചപ്പുറത്തായി വീണ് കിടക്കുന്ന മുബൈലിനരികിലേക്ക് കസേര നിരക്കിക്കൊണ്ടു ചെന്ന് മൊബൈലിനടുത്തെത്തി. ഈശ്വര, ഇവനെങ്ങാനും ഫോണിനെ ലോക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുടുങ്ങും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാലുകൊണ്ട് ആ മൊബൈൽ ഓൺ ചെയ്യുമ്പോഴേക്കും അതിന് ലോക്കൊന്നുമില്ലായിരുന്നു. ഭാഗ്യം, ലോക്കില്ല എന്ന ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടവൻ കാൽവിരൽ കൊണ്ട് ടച്ച് ചെയ്ത് ഹരീഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. അവർ ആ സമയത്ത് സുധീഷിനെ തിരഞ്ഞുകൊണ്ടുള്ള യാത്രയിലായിരുന്നു. ഹരീഷിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് സുധീഷും ടെൻഷനോടെ ഹരീഷ് എന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ എന്ന് വെപ്രാളത്തോടെ പറയുന്നുണ്ട്. സുഭാഷും കൂട്ടരും അപ്പോഴേക്കും ഒരു ചർച്ചിനരികിൽ എത്തിയിരുന്നു. അവരവിടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തുമ്പോഴേക്കും നികേഷും വണ്ടി നിറങ്ങിക്കൊണ്ട് ഏട്ടാ നമ്മൾ ഇനി രാത്രി എവിടെ പോയി അന്വേഷിക്കും എന്ന് ചോദിക്കേ. എടാ രാത്രി നമ്മളിനി അന്വേഷിക്കില്ലെന്ന് കരുതി തന്നെയാ സ്കെച്ചിട്ട് ചെയ്യുന്നത് എന്ന് ഹരീഷും പറയുകയാ. അപ്പോഴാണ് സുധീഷിന്റെ മനസ്സിലേക്കും സുഭാഷ് ഏട്ടനെ വിളിച്ചു നോക്കിയാലോ എന്നൊരു ചിന്ത കടന്നു വരുന്നത്. അവൻ സുഭാഷ് ഏട്ടന്റെ നമ്പർ ഡയൽ ചെയ്യാനായി തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവനത് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ഹരീഷും പറയുന്നുണ്ട് ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാത്രി സിറ്റി മൊത്തം കറങ്ങിയാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി ശരിക്കും ഒന്ന് ചോദ്യം ചെയ്ത കാര്യം പുറത്തു വരും എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷേട്ടന്റെ നമ്പർ ആലോചിച്ച് തല പുകഞ്ഞ് സുധീഷിനും അവസാനം സുഭാഷിന്റെ നമ്പർ ഓർമ്മ വരികയാണ്. അവൻ ആശ്വാസത്തോടെ കാലുകൊണ്ട് ടച്ച് ചെയ്ത് ആ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. അവിടെ നികേഷും സുഭാഷിനോടായി പറയുന്നുണ്ട് നമുക്ക് ഹരീഷേട്ടൻ പറഞ്ഞ പോലെ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയാലോ. അപ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ അതെടുത്ത് നോക്കുമ്പോഴേക്കും എടുക്ക് സുഭാഷേട്ടാ എടുക്ക് എന്ന് വെപ്രാളത്തോടെ സുധീഷും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. സുഭാഷേട്ടാ ആരാന്ന് നികേഷ് ചോദിക്കെ. ഒരറിയാത്ത നമ്പറായെന്ന് സുഭാഷ്. എടുക്ക് സുഭാഷേട്ടാ എടുക്ക് എന്ന് വെപ്രാളത്തോടെ സുധീഷും പറയുന്നുണ്ട്. ഇത് സംസാരിക്കുന്ന നികേഷ് പറയെ എന്തിന്, ഇതറിയുന്ന നമ്പർ അല്ലല്ലോ എന്ന് സുഭാഷൻ ചോദിക്കുകയാ. താൻ വിളിച്ച ആ കോൾ കട്ടാവുമ്പോഴേക്കും സുധീഷ് വീണ്ടും ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയാണ്. വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോഴേക്കും ആരെന്ന് നോക്ക് എന്ന് നികേഷും പറയുന്നു. ഏതെങ്കിലും പ്രധാനപ്പെട്ട കോളായിരിക്കും, അതുകൊണ്ടാണെന്ന് നികേഷ് പറയേ. ഏയ് ലാലപ്പം കള്ളം കുടിച്ച് ജോലിക്ക് വന്നപ്പോ അവനെ പിടിച്ച് പുറത്താക്കി. ജോലിക്ക് വരട്ടെ എന്നും പറഞ്ഞ് ദിവസവും പല നമ്പറിൽ നിന്ന് വിളിക്കാറുണ്ട്. ഇതവനായിരിക്കും ഉറപ്പായെന്ന് സുഭാഷ് പറയേ. ഏയ് ഒരു പക്ഷേ അവനല്ലെങ്കിലോ, കോൾ എടുക്ക് എന്ന് ഹരീഷും. അത് കേൾക്കെ സുഭാഷും ആ കോൾ അറ്റൻഡ് ചെയ്ത് സുഭാഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും സുഭാഷിട്ടാ ഇത് ഞാനാ സുധീഷ്. സുഭാഷിട്ടാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് വെപ്രാളത്തോടെ സുധീഷും ചോദിക്കുക. എടാ സുധീഷ് എന്ന് അമ്പരപ്പോടെ വിളിച്ച് സുധീഷ് എന്ന് നികേഷിനോടും ഹരീഷിനോടുമായി പറയുന്നുണ്ട് സുഭാഷ്. എടാ നീ ഇതെവിടെയാ, നിന്നെ കാണാതെ ഞങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുക. എടാ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടാ ഞാനിപ്പോ എങ്ങനെയോ ഒരു വിധത്തിൽ വിളിക്കുന്നതാ. ആരൊക്കെയോ ചേർന്ന് എന്നെ കടത്തിക്കൊണ്ട് വന്നിരിക്കുക. അവരിതേ അപ്പുറത്തുണ്ട്. ഫോൺ ഇവിടെ സ്പീക്കറിൽ ഇട്ടിരിക്കുക. അവര് ഇപ്പൊ വരും എന്നവൻ പറയുമ്പോഴേക്കും ഫോണ് സ്പീക്കറിലിടാനായി ഹരീഷും സുഭാഷിനോടായി പറയുന്നുണ്ട്. പറയടാന്ന് സുഭാഷ് പറയെ. സുധീഷേട്ടാ ഞങ്ങള് തക്കലയിലുണ്ട്, പേടിക്കണ്ട, എവിടെയാന്നൊന്ന് പറ എന്ന് ഹരീഷും വിളിച്ചു പറയുന്നുണ്ട്. എടാ നീ ഉറക്കെ പറയല്ലടാ, അവര് കേൾക്കും എന്ന് സുധീഷ് പറയെ. ശരി പറ ഇപ്പൊ എവിടെയാ എന്ന് ഹരീഷും. എടാ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വണ്ടിയിൽ പോകുമ്പോ തടഞ്ഞു നിർത്തി കൊണ്ടുവന്നതാ. നിധിയുടെ അച്ഛൻ കുറച്ച് പണവും സ്വർണവും ഒക്കെ തന്ന് എന്നെ അയച്ചതാ. എടാ അവര് അതൊക്കെ തട്ടിയെടുത്തിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കടാ. ഇത് ഏത് സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോ അവര് പുറത്തുപോയ തക്കത്തിനെ ഞാൻ ഒരാളുടെ ഫോൺ എടുത്ത് വിളിക്കുക എന്നവൻ പരിഭ്രമത്തോടെ പറയെ. വേഗം ലൊക്കേഷൻ അയക്ക്, ഞങ്ങൾ ഇപ്പോ എത്താമെന്ന് ഹരീഷും. എടാ എന്നെ അവരിവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലടാ പൊട്ട. എടാ അവര് കാണാതെയാ ഞാൻ നിങ്ങളെ ഇപ്പോ വിളിക്കുന്നത് എന്നവൻ പറയെ. ആ സ്ഥലം ഏതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ഹരീഷും ചോദിക്കുക. സ്ഥലം തക്കല ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി നേരെ പോണം. പിന്നെ പോകുമ്പോ യു ടേൺ തിരഞ്ഞിടത്തോട്ട്. പിന്നെ അവിടെ ഒരു ഫാക്ടറി കാണാം.
അവിടെ ഒരു ഗോഡൌണ്, അതിനകത്താന്നാ തോന്നുന്നേ എന്ന് സുധീഷ് പറയേ. അത് എവിടെയാ എന്ന് സുഭാഷും സംശയത്തോടെ ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. എടാ ഹരീഷേ, ഒന്ന് പെട്ടെന്ന് വാടാ പ്ലീസ്. എടാ ഇനിയും എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടടാ, ഒന്ന് വേഗം വാടാ, നിങ്ങളൊന്ന് വേഗം ഓടി വാടാ എന്നവൻ നിലവിളിക്കുമ്പോഴേക്കും ഏട്ടാ പേടിക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് വരാം എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ് സുധീഷും ആ കോൾ കട്ട് ചെയ്യുക. സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ലേ, ഇനി പോകാമെന്ന് നികേഷ് പറയുമ്പോഴേക്കും സുഭാഷും ഹരീഷും വണ്ടിയെടുത്ത് അങ്ങോട്ട് തിരിക്കുക. അവിടെ സുധീഷും ഗോഡൌണിൽ രാജീവിന്റെ ആൾക്കാർ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കാണെ ആ മൊബൈൽ കാലുകൊണ്ട് തട്ടി നീക്കുകയാ. അവരുടെ ലീഡർ അവനോടായി നീ എന്താടാ തട്ടിക്കളഞ്ഞേ എന്ന് അവനോടായി ചോദിച്ച് കൂടെയുള്ളവരോടായി നോക്കടാ എന്ന് പറയുമ്പോഴേക്കും അവരവിടെയെല്ലാം തിരഞ്ഞോണ്ടിരിക്കുക. പറയടാ നീ എന്താടാ തട്ടിക്കളഞ്ഞേ, പറയടാ എന്ന് പറഞ്ഞ് അവനെ തല്ലിച്ചതയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും തറയിൽ കിടന്ന ആ മൊബൈൽ അവർ കണ്ടെടുക്കുന്നുണ്ട്. ദേ ഒരു ഫോണ് എന്നൊരുത്തം പറയേ, ഇത് എന്റെ മൊബൈലാണല്ലോ എന്ന് കൂടെയുള്ളവനും പറയുക. നിന്റെ മൊബൈലോ, അത് നിനക്ക് സൂക്ഷിക്കാൻ അറിയില്ലേ എന്നവരുടെ ലീഡർ അവനെ വഴക്കു പറയുന്നുണ്ട്. അതെങ്ങനെയോ വീണു പോയതാണെന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോഴേക്കും അതെ ഇത് വെച്ച് ഇവൻ ആരെയെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയേ. പറയടാ ആരെയാ വിളിച്ചേ എന്ന് അവന്റെ ലീഡറും ചോദിക്കുന്നുണ്ട്. നീ ആരെയാ വിളിച്ചതെന്ന് പറയടാ എന്ന് പറഞ്ഞ് അവനെ തല്ലി ചതയ്ക്കുക അവർ. നോക്കടാ ആരാന്ന് എന്നയാൾ പറയേ. ഒരു നമ്പർ ഉണ്ട്, വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് കൂടെയുള്ളവൻ ആ നമ്പറിലേക്ക് വിളിക്കുക. യാത്രയിലായിരുന്ന സുഭാഷ് വീണ്ടും മൊബൈൽ റിങ് ചെയ്യണ കണ്ട് വണ്ടി നിർത്തി എടുത്തു നോക്കി. എടാ അതേ നമ്പർ ആണല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്പീക്കറിലിടുന്ന ഹരീഷും. അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞ് സുഭാഷ് ആ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ആരെടാ നീ എന്ന് അപ്പുറത്തുനിന്ന് പറയുന്നത് കേൾക്കെ ഹരീഷ് പെട്ടെന്ന് ആ കോൾ കട്ട് ചെയ്യുക. സുധീഷ് ഏട്ടൻ ഫോൺ ചെയ്തത് അവര് കണ്ടുവെന്ന് തോന്നുന്നു എന്ന് ഹരീഷ് പറയേ. അപ്പോ നമ്മളിനി എന്ത് ചെയ്യും എന്ന് നികേഷും ചോദിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കാം, നീ കയറെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ വിളിച്ചോണ്ട് വീണ്ടും വണ്ടിയും എടുത്ത് പോവുകയാ ഹരീഷും കൂട്ടരും. അവരുടെ ലീഡർ അപ്പോഴേക്കും അരുണിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. നീ എന്താ ഈ നേരത്ത്, എല്ലാരും കൂടി അവന്റെ കാറ്റ് കളഞ്ഞോ എന്ന് അരുൺ ചോദിക്കേ. ഇല്ല സർ, വേറൊരു കാര്യം പറയാൻ വിളിച്ചതാ, ഞങ്ങള് പുറത്തുപോയ സമയത്ത് അവൻ ആരെയോ ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നവൻ പറയേ. സുധീഷോ മരക്കഴുത കേട്ടിട്ട് അവൻ എങ്ങനെയാ ഫോൺ ചെയ്യുന്നതെന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. അത് സർ കാലുകൊണ്ട് എന്നവൻ പറയേ. കാലുകൊണ്ടോ എന്ന് അരുണും. ആ നമ്പറിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിച്ചു, ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോ കട്ട് ചെയ്തു എന്നവൻ പറയേ. എടാ അവനെ എവിടെ ആക്കി നിങ്ങൾ എന്തിനാ പുറത്തു പോയതെന്ന് അരുണും ചോദിക്കുക. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു സർ, കഴിക്കാൻ പോയതാ എന്നവൻ പറയേ. എടാ നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച എന്നെ വേണം പറയാൻ റാസ്കൽ എന്ന് അരുണും ദേഷ്യത്തോടെ പറയുന്നു. സോറി സാർ, സംഭവിച്ചു പോയി, ഇനി എന്താ വേണ്ടെന്നറിയാൻ വിളിച്ചതാ എന്നവൻ പറയേ. എത്രയും പെട്ടെന്ന് അവനെ അവിടുന്ന് മാറ്റാൻ നോക്കും. കാര്യം ചെയ്യേ, ഞാനൊരു ലൊക്കേഷൻ ഇട്ട് തരാം, എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കും, രാവിലെ ഞാൻ വന്നിട്ട് ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അരുണും കോൾ കട്ട് ചെയ്യുക. അയാൾ സുധീഷിന്റെ അടുത്തേക്ക് ചെന്ന് എടാ ആരെടാ നീ ഫോൺ ചെയ്തേ പറയടാ എന്ന് ചോദിച്ചവനെ വീണ്ടും തല്ലി ചതയ്ക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുക. നീ ചെന്ന് കാർ എടുക്കടാ എന്ന് പറഞ്ഞ് ഒരുത്തനെ പറഞ്ഞു വിട്ട് മറ്റവനോട് സുധീഷിന്റെ കെട്ടയക്കാനായി പറയുക അയാൾ. അവർ രണ്ടുപേരും കൂടി കെട്ടഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നേ, പറ എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നേന്ന് ആവശ്യനായി സുധീഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ ഹരീഷിന്റെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നീതു. അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് അവളും ദേഷ്യത്തോടെ തന്റെ മൊബൈൽ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേ. അവിടെ നിധിയും തന്റെ റൂമിൽ ടെൻഷനോടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് നടപ്പാ. വേണ്ട മോളെ, അവന്റെ കൂടെയുള്ള ജീവിതം നീ മറന്നേക്ക്, ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് അച്ഛൻ പറഞ്ഞതോർക്കെ ടെൻഷനോടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. ഇത് അപ്പോഴേക്കും തന്റെ മൊബൈൽ എടുത്ത് ഹരീഷിനെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ തുടങ്ങുകയാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് പോയല്ലേ, അത്രമാത്രം വേണ്ടാത്തവളായി പോയോ ഞാൻ, ഇത്ര നാളും എന്നെ പ്രേമിക്കുന്നു നടിച്ച് പറ്റിക്കായിരുന്നില്ലേ നീ, ഇതിലും നല്ലത് നീ എന്നോട് സംസാരിക്കാതിരിക്കുകയായിരുന്നു എന്നൊക്കെ ദേഷ്യത്തോടെ അവൾ മെസ്സേജ് അയക്കുകയാണ്. ഹരീഷും കൂട്ടരും സുധീഷ് പറഞ്ഞ ലൊക്കേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു. നിധിയും തന്റെ മൊബൈൽ എടുത്ത് സുധീഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അത് സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. സുധീഷിനെ രക്ഷിക്കാനായുള്ള സുഭാഷിന്റെയും കൂട്ടരുടെയും യാത്രയിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആ യാത്രക്കിടയിൽ ഒരു വളവ് തിരിയെ സുധീഷിനെയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിച്ച രാജീവിന്റെ ആൾക്കാരുടെ വണ്ടി തട്ടി ഹരീഷ് ആക്സിഡന്റ് ആവുന്നതും അത് ചോദ്യം ചെയ്യാൻ ഇറങ്ങിയ സുഭാഷും കൂട്ടരും സുധീഷിനെ കാണുന്നതും രാജീവിന്റെ ആൾക്കാരുടെ പിടിയിൽ നിന്നും സുധീഷിനെ രക്ഷിക്കുന്നതും പിന്നീട് നിധിയുടെ വീട്ടിലേക്ക് എത്തിയ സുധീഷിനെ നിധി ചോദ്യം ചെയ്യുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.